ഹായ് ചങ്ങാതിമാരെ, അങ്ങനെ ഞാനും തൽഹായുമായിട്ട് ഇതാ നമ്മൾ സത്രം വ്യൂ പോയിന്റും അതുപോലുള്ള ആ ചുറ്റോട്ടുള്ള ഓരോ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇതാ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. നമുക്കിനി പോകുന്ന വഴിക്കുള്ള ഓരോ കാഴ്ചകൾ കാണാം. നേരെ നമ്മൾ എത്തുന്നത് പരുന്തുംപാറയിലേക്കാണ്. ഹായ് ചങ്ങാതിമാരെ, ഞങ്ങളങ്ങനെ പരുന്തുംപാറയിലെത്തിയിരിക്കുകയാണ്. ചുറ്റുവട്ടത്തുള്ള കോട കണ്ടോ? അങ്ങനെ ഞാനും അബ്ദുക്കായും കൂടെ ഇതാ ഇങ്ങനെ ഒരു പുൽമേട്ടിലൂടെ നടക്കുകയാണ്. കോട്ടയം ജില്ലക്കാർക്കും ഇടുക്കി ജില്ലക്കാർക്കും ഒറ്റ ദിവസം കൊണ്ട് വരാൻ പറ്റിയ ഒരിടമാണ് സത്രം, അതുപോലെ പരുന്തുംപാറ, അതുപോലെ പാഞ്ചാലിമേട്. ഞങ്ങളിപ്പോ പോകുന്നത് പരുന്തുംപാറയിലേക്കാണ്. പരുന്തുംപാറയിലെ ഒരു സവാരി നല്ല രസമാണ്. കാരണം പ്രത്യേകിച്ച് ആ ക്ലൈമറ്റ് നല്ല തണുപ്പും ആ കോടയുള്ള സമയത്താണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മുടെ യാത്രയ്ക്ക് ഇമ്പം നേറും. ഹായ് ചങ്ങാതിമാരെ, ഞങ്ങളങ്ങനെ സത്രം വ്യൂ പോയിട്ടുള്ള എയർ സ്വിഫ്റ്റ് അവിടെയാണ് വന്നിരിക്കുന്നത്. ഇതല്ലേ നല്ല കാറ്റുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സത്രം വ്യൂ പോയിന്റിലാണ്. നമ്മൾ ഈ കാണുന്നതാണ് സത്രത്തിലെ എയർ സ്ട്രിപ്പ്. കാരണം വിമാനമൊക്കെ ഇറങ്ങാൻ വേണ്ടിയാണ്, ചെറിയ രീതിയിൽ ഉള്ള ഒരു സംഗതിയാണ് ഈ കാണുന്നത്. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിന് സമീപത്തുള്ള സത്രം എയർ സ്ട്രിപ്പ് NCC കേഡറ്റുകളുടെ പൈലറ്റ് പരിശീലനത്തിനായി നിർമ്മിച്ചിരുന്നതാണ് ഇത് കാണുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലൈറ്റ് എയർ ക്രാഫ്റ്റുകൾ ഇറക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഈ കാഴ്ചകളൊക്കെയും കാണുന്നത് സത്രം വ്യൂ പോയിന്റ് ടോപ്പിൽ നിന്നുള്ള കാഴ്ചയാണ്. ഈ സംഭവം എല്ലാം കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് കുറേ ജീപ്പുകൾ, ഇതുപോലെ ട്രക്കിംഗ് ഒക്കെ ആയിട്ട് വരുന്ന ജീപ്പുകൾ എന്നാണെന്ന് തോന്നുന്നത്. അത് നമുക്ക് കാണാം. അതുപോലെ ചുറ്റിലും പർവ്വതം, ധാരാളം മലനിരകൾ. ഹായ് ചങ്ങാതിമാരെ, ഞങ്ങളങ്ങനെ സത്രം വ്യൂ പോയിന്റിൽ നിന്നും എയർ സ്വിഫ്റ്റ് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ? ഇതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയാമെങ്കിലും ഞാൻ കേട്ട കാര്യം, കാരണം ഇവിടെ ചെറിയ രീതിയിൽ ചെറിയ വിമാനം ഇറങ്ങാനൊരു സംഭവം വരികയും അതിനുശേഷം കാറ്റ് മൂലമാണ് ഇവിടുത്തെ ആ പ്ലാനിങ് നിർത്തിവെച്ചതെന്നാണ് കേട്ടത്. അങ്ങനെ ആയിരിക്കും. അല്ലേ, ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. നിങ്ങളിവിടെ ഇതിന് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്താം. വേണ്ട, നല്ല രസമുണ്ട്. ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോഴേ ധാരാളം ഡ്രസ്സുകൾ എനിക്ക് വന്ന് ഉണങ്ങാൻ വിരിച്ചിട്ട പോലെ തോന്നുന്നുണ്ട്. പാൻസും ഷർട്ടും ബനിയനും എല്ലാം ഇട്ടിട്ടുണ്ട്. അല്ലേ, അങ്ങാണ് അതിൻ്റെ എൻഡിങ് പോയിന്റ്. എല്ലാവരും അവിടെ നിൽക്കുകയാണ്. നല്ല കാറ്റുണ്ട്. ഇതാണ് സത്രം വ്യൂ പോയിന്റ്. നമ്മളങ്ങനെ സത്രം എയർ സ്ട്രിപ്പിൽ നിന്നും നേരെ മുകളിലോട്ട് ആ ടോപ്പിലോട്ട് കാണുമ്പോഴുള്ള കാഴ്ച കണ്ടോ? ആ ഒരു എന്തോ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം യാത്രക്കാർ നോക്കി നിൽക്കുന്നു. ആ രംഗം എന്ത് രസമാണ്. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ മറ്റൊരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. ധാരാളം ജീപ്പുകളൊക്കെ വന്ന് നിൽപ്പുണ്ട്. സത്രം വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മറ്റ് പർവ്വത നിരകളിലെ എന്ത് രസമാണ്. നല്ല കാറ്റ്, നല്ല ക്ലൈമറ്റായ ഒരു സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എൻ്റെ എയർ സ്വിഫ്റ്റാണ്. വഴിയൊക്കെയാണ്. ഈ വഴി പോകണോ, ആ വഴി പോകണോ, ഈ വഴി പോകണോ? നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഇതുപോലുള്ള അഡ്വഞ്ചർ റൈഡിലൂടെ ഞാൻ നടന്നു വരട്ടെ. ഞാനും പപ്പു, ക്യാമറാമാൻ പപ്പു. അങ്ങനെ ഞങ്ങളുടെ ഉച്ചയൂണും എല്ലാം കഴിഞ്ഞ്, നിസ്കാരവും എല്ലാം കഴിഞ്ഞതാ ഞങ്ങളുടെ ഇന്നത്തെ യാത്രയുടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ വരുന്നവര് ചെറിയ ബൈക്കും. അപ്പൊ ഇന്നത്തെ സത്രവും പരുന്തുംപാറയും
എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ തൊട്ടാൽ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ചെറിയ ബ്രേക്ക്. ഓക്കെ, താങ്ക് യു.